നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള ലീഗൽ മെട്രോളജി എൻഫോഴ്സ്മെൻറ്റ് റൂൾ 2012 ആണ്. സെഷൻ 14 ഭാരമാപ്പിനികളും അളവ് ഉപകരണങ്ങളും നിശ്ചിത സമയത്ത് പരിശോധനയ്ക്ക് ഹാജരാക്കണം. ഉപകരണം മാറ്റാൻ കഴിയാത്തതാണെങ്കിൽ പരിശോധന തീയതിക്ക് 30 ദിവസം മുമ്പ് ലീഗൽ മെട്രോളജി ഓഫീസറെ അറിയിക്കുകയും ചെയ്യണം. പരിശോധന ഫീസ് ഷെഡ്യൂൾ 9 പ്രകാരം അടയ്ക്കണം. അതുപോലെ തന്നെ സ്റ്റാമ്പ് എപ്പോൾ മായ്ക്കാം. റീവെരിഫിക്കേഷൻ നടത്താത്തതിനാൽ നിയമപ്രകാരമുള്ള നിലവാരം പാലിക്കാതെ വരുമ്പോൾ ചെറിയ തകരാറാണെങ്കിൽ പരമാവധി 8 ദിവസം സമയം നൽകി തകരാർ പരിഹരിക്കുകയും പരിഹരിച്ചു കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാമ്പ് ചെയ്യാനും സാധിക്കും. സ്റ്റാമ്പ് മായ്ച്ചാലും ഉപകരണം പിടിച്ചെടുക്കാനുള്ള അധികാരം ലീഗൽ മെട്രോളജി ഓഫീസർക്ക് ഉണ്ട്. സെഷൻ 15 സ്റ്റാമ്പിംഗ് ഓഫ് വെയ്റ്റ് ഓർ മെഷേഴ്സ്. പരിശോധനയിൽ നിയമപ്രകാരമുള്ള നിലവാരം പാലിക്കുന്ന ഭാരമാപ്പിനികളിലും അളവ് ഉപകരണങ്ങളും ലീഗൽ മെട്രോളജി ഓഫീസർ ഔദ്യോഗിക സ്റ്റാമ്പ് പതിപ്പിക്കും. ഉപകരണത്തിൻ്റെ വലുപ്പമോ സ്വഭാവമോ കാരണം സ്റ്റാമ്പ് പതിപ്പിക്കാൻ കഴിയാത്ത പക്ഷം കൺട്രോളർ നിർദ്ദേശിക്കുന്ന രീതിയിൽ നടപടി സ്വീകരിക്കും. സ്റ്റാമ്പിൽ വർഷവും ക്വാർട്ടറും രേഖപ്പെടുത്തും. ഈ ക്വാർട്ടർ എന്ന് പറയുന്നത് ഓരോ കോഡാണ്. ക്വാർട്ടർ കോഡ് എ ആണെങ്കിൽ അത് ജനുവരി, ഫെബ്രുവരി, മാർച്ചാണ്. ബി ആണെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ. സി ആണെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഡി ആണെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നാണ്. പരിശോധനയിലുള്ള സ്റ്റാമ്പിങ്ങും പൂർത്തിയായാൽ ഷെഡ്യൂൾ 8 പ്രകാരം സർട്ടിഫിക്കറ്റ് ഓഫ് വെരിഫിക്കേഷൻ നൽകും. സർട്ടിഫിക്കറ്റ് നശിക്കുകയോ അത് നഷ്ടപ്പെടുകയോ ചെയ്താൽ 100 രൂപ ഫീസ് അടച്ച് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാം. അപേക്ഷ ലഭിച്ചാൽ ലീഗൽ മെട്രോളജി ഓഫീസർ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് രേഖപ്പെടുത്തിയ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും. റൂൾ 16 ഫീ ഫോർ വെരിഫിക്കേഷൻ. ലീഗൽ മെട്രോളജി ഓഫീസിലോ ക്യാമ്പ് ഓഫീസിലോ നടത്തുന്ന പരിശോധനയ്ക്കുള്ള ഫീസ് ഷെഡ്യൂൾ 10 പ്രകാരമാണ്. ഉപയോക്താവിൻ്റെ ആവശ്യപ്രകാരം മറ്റൊരു സ്ഥലത്ത് പരിശോധന നടത്തിയാൽ അധിക ഫീസായിട്ട് 50% നൽകണം. കൂടാതെ യാത്ര, ഉപകരണങ്ങൾ കൊണ്ടുപോകൽ തുടങ്ങിയ ചെലവുകളും ഉപയോക്താവ് വഹിക്കുകയും ചെയ്യണം. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ അധിക ഫീസ് ഈടാക്കാറില്ല. സ്ഥലത്തുനിന്ന് മാറ്റാൻ കഴിയാത്ത ഉപകരണങ്ങൾ, അതായത് വെയിങ് ബ്രിഡ്ജ്, ഫ്യൂവൽ ഡിസ്പെൻസർ മുതലായവ, നിർമ്മാതാവിൻ്റെയോ ഡീലറുടെയോ സ്ഥാപനത്തിലുള്ള ഭാരമാപ്പനികളും അളവുപകരണങ്ങളും. സ്റ്റാമ്പിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം റീവെരിഫിക്കേഷനായി ഹാജരാക്കിയാൽ ഓരോ ക്വാർട്ടറിനും അധികമായി 50% ഫീസും നൽകുകയും ചെയ്യണം. നിർമ്മാതാവിൻ്റെയോ ഡീലറുടെയോ സ്റ്റോക്കിലുള്ള ഉപകരണങ്ങൾക്ക് വീണ്ടും സ്റ്റാമ്പ് ചെയ്യാൻ പൂർണ്ണ ഫീസ് നൽകുകയും ചെയ്യണം. പരിശോധനയിൽ ഉപകരണം തെറ്റാണെന്ന് കണ്ടെത്തിയാൽ പരമാവധി 7 ദിവസം സമയം നൽകി തകരാർ പരിഹരിക്കും. 7 ദിവസത്തിനുള്ളിൽ ശരിയാക്കി കൊണ്ടുവന്നാൽ 50% ഫീസ് മാത്രം അടച്ചാൽ മതി. അതിനുശേഷം കൊണ്ടുവന്നാൽ മുഴുവൻ ഫീസും അടയ്ക്കണം. റൂൾ 17 ഫീസ് ശേഖരണവും ട്രഷറിയിൽ അടയ്ക്കലും. പരിശോധന ആരംഭിക്കുന്നതിന് മുമ്പ് അടയ്ക്കേണ്ട ഫീസ് ലീഗൽ മെട്രോളജി ഓഫീസർ അടയ്ക്കും. ഫീസ് നൽകിയതിന് ശേഷം കൺട്രോൾ അംഗീകരിച്ച രസീത് നൽകുകയും ചെയ്യണം. ദിവസേന ശേഖരിച്ച ഫീസിൻ്റെയും മറ്റു ചാർജുകളുടെയും വിവരങ്ങൾ ഷെഡ്യൂൾ 9B പ്രകാരം രജിസ്റ്ററിൽ രേഖപ്പെടുത്തും. ആഴ്ചയിൽ ശേഖരിച്ച എല്ലാ ഫീസുകളും സർക്കാരിൻ്റെ ട്രഷറിയിൽ നിശ്ചിത ഹെഡ് ഓഫ് അക്കൗണ്ടിൽ അടയ്ക്കുകയും ചെയ്യണം. ട്രഷറി അടച്ചതോ രസീത് വാങ്ങി അതിൻ്റെ വിവരം കൺട്രോളർക്കോ അദ്ദേഹം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ അറിയിക്കണം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് റൂൾ 23 ആണ്. വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കുന്നതിനെ പറ്റിയാണ്. ലീഗൽ മെട്രോളജി ഓഫീസർ നൽകിയ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഭാരമാപ്പനികളോ അളവ് ഉപകരണങ്ങളോ ഉപയോഗിക്കുന്ന സ്ഥലത്ത് എല്ലാവരും കാണുന്ന രീതിയിൽ വേണം പ്രദർശിപ്പിക്കാൻ. അതുപോലെ സഞ്ചരിക്കുന്ന കച്ചവടക്കാരുടെ കാര്യത്തിലാണ് ഈ സർട്ടിഫിക്കറ്റ് വ്യക്തിയുടെ കൈവശമാണ് വെക്കേണ്ടത്. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഭാരമാപ്പനികളോ അളവ് ഉപകരണങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അത് വാഹനത്തിൽ തന്നെ സൂക്ഷിക്കുകയും വേണം. റൂൾ 24 റൂളുകൾ ലംഘിക്കുന്നതിനുള്ള ശിക്ഷയാണ്. ഈ റൂളുകൾ ലംഘിക്കുകയോ അതിന് ലീഗൽ മെട്രോളജി ആക്ട് 2009 പ്രത്യേക ശിക്ഷ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ പരമാവധി 5000 വരെ പിഴയും ശിക്ഷയും ലഭിക്കും. റൂളുകളും ആക്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ ആക്ടിനാണ്. റൂൾ 22 ആണ് അടുത്ത് നോക്കുന്നത്. ഭാരമാപ്പനികളുടെ അളവ് ഉപകരണങ്ങളുടെയും ഉപയോഗമാണ്. ബീം സ്കെയിൽ ഉപയോഗിക്കുമ്പോൾ അത് സ്റ്റാൻഡിലോ ഹുക്കുള്ള ചെയിനിലോ തൂക്കിയിരിക്കണം.
എല്ലാ ഭാരമാപ്പിനികളും അളവുപകരണങ്ങളും വൃത്തിയുള്ളതും ആവശ്യമായ വെളിച്ചമുള്ള സ്ഥലത്തും ഉപയോക്താവിന് വ്യക്തമായി കാണാവുന്ന രീതിയിലുമാണ് ഉപയോഗിക്കേണ്ടത്. സ്ഥലത്ത് വെച്ച് വെരിഫിക്കേഷനും സ്റ്റാമ്പിങ്ങും നടത്തിയ ഉപകരണം മുൻകൂർ അനുമതിയില്ലാതെ അത് മാറ്റുകയോ പൊളിക്കുകയോ ചെയ്യരുത്. 1 ടൺ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള തൂക്കുയന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ യന്ത്രത്തിൻ്റെ ശേഷിയുടെ 1/10 ഭാരത്തിന് തുല്യമായ സ്റ്റാമ്പ് ചെയ്ത സ്റ്റാൻഡേർഡ് ഭാരങ്ങളും പരിശോധനയ്ക്കായി സൂക്ഷിക്കണം. പെട്രോൾ, ഡീസൽ പമ്പുകളിൽ 5 ലിറ്റർ അല്ലെങ്കിൽ 10 ലിറ്റർ ശേഷിയുള്ള സ്റ്റാമ്പ് ചെയ്ത അളവ് പാത്രം സൂക്ഷിച്ച് എല്ലാ ദിവസവും ഇന്ധനത്തിൻ്റെ